ബ്രെയിൻ വയറിംഗ് കൺസെപ്റ്റ്. ഈ ആശയം മനസ്സിലാക്കാൻ റിച്ചാർഡ് ഫെയ്മാൻ വളരെയേറെ സഹായിച്ചു. ഈ പഠനരീതി പോപ്പുലറാക്കിയതും റിച്ചാർഡ് ഫെയ്മാനാണ്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാന ലേണിംഗ് പ്രിൻസിപ്പിൾ, ലേണിംഗ് ഹാപ്പൻസ് വെൻ വി ആക്റ്റീവ്ലി തിങ്കിങ് ആൻഡ് എക്സ്പ്ലെയിൻ. അതായത് കുട്ടി പഠിച്ചതിനെ വിശദീകരിക്കുമ്പോഴാണ് ബ്രെയിനിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്നത്. ബ്രെയിൻ വയറിംഗ് എന്താ? നമ്മുടെ തലച്ചോറിൽ മില്യൻസ് ഓഫ് ന്യൂറോൺസ് അഥവാ നാഡീകോശങ്ങളുണ്ട്. ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ ന്യൂറോൺസ് തമ്മിൽ കണക്ഷൻസ് രൂപപ്പെടും, അഥവാ സിനാപ്സസ് രൂപപ്പെടും. സിനാപ്സിനെക്കുറിച്ച് നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ ബ്രെയിനെ എങ്ങനെ ശക്തമാക്കുന്നു? കുട്ടി വായിക്കുമ്പോൾ സംഭവിക്കുന്ന പാസീവ് ലേണിംഗ് ആണ്, കേൾക്കുമ്പോൾ മോഡറേറ്റ് ലേണിംഗ് ആണ്, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് അത് ആക്റ്റീവ് ലേണിംഗ് ആയി മാറുന്നത്. എക്സ്പ്ലനേഷൻ സമയത്ത് ബ്രെയിനിൽ ഇൻഫർമേഷൻ റീകോൾ ചെയ്യും, ഓർഗനൈസ് ചെയ്യും, കണക്റ്റ് ചെയ്യും. ഇത് പുതിയ ന്യൂറൽ പാത്വേയെ ശക്തമാക്കും. കുട്ടി ബുക്ക് വായിക്കുമ്പോൾ അത് ബ്രെയിനിൽ വീക്ക് മെമ്മറിയായി നിലനിൽക്കും. പക്ഷേ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്താൽ അത് ആക്റ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ ഡീപ്പർ ലേണിംഗ് ആയി മാറും. അപ്പോൾ ബ്രെയിനിൽ നടക്കുന്നത് സീക്വൻസ് ഓർഗനൈസ് ചെയ്യും, കൺസെപ്റ്റ് കണക്ട് ചെയ്യും. അതാണ് സ്ട്രോങ് ബ്രെയിൻ വയറിംഗ്. ബ്രെയിൻ സയൻസ് റിസർച്ച് പറയുന്നത് എക്സ്പ്ലനേഷൻ ഒരു സംഭവത്തെ സംബന്ധിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ബ്രെയിനിൽ മൾട്ടിപ്പിൾ ബ്രെയിൻ ഏരിയാസ് ആക്ടിവേറ്റ് ആകും, ന്യൂറൽ നെറ്റ്വർക്ക് ശക്തമാകും, ലോങ് ടൈം മെമ്മറി രൂപപ്പെടും. അതുകൊണ്ട് എക്സ്പ്ലനേഷൻ ഈക്വൽ ടു ഡീപ്പ് ലേണിംഗ്. പേരൻസ് ചെയ്യേണ്ടത് വീട്ടിലൊരു സിമ്പിൾ റൂൾ ഉണ്ടാക്കാം. സ്റ്റഡി കഴിഞ്ഞാൽ കുട്ടി കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് സ്കൂളിൽ എന്താണ് പഠിപ്പിച്ചത്? എനിക്ക് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് കുട്ടിയോട് നമുക്ക് ചോദിക്കാം. നേരത്തെ എല്ലാം വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ. അതിൻ്റെ ലോങ് ടൈം ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുട്ടിയിൽ ഈ ഹാബിറ്റ് വളർന്നു വന്നാൽ ക്രിട്ടിക്കൽ തിങ്കിങ് വർദ്ധിക്കും, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കും, കോൺഫിഡൻസ് വർദ്ധിക്കും, ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് ഹാബിറ്റ് വികസിക്കും. നേരത്തെ സൂചിപ്പിച്ച ലോങ് ടൈം മെമ്മറി അത് ശക്തമാകുന്നതോടുകൂടി കുട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും പഠിച്ച കൺസെപ്റ്റുകൾ റീകാൾ ചെയ്യാനും പരീക്ഷാ പേടിയില്ലാതെ പരീക്ഷയെ അഭിമുഖീകരിക്കാനും കഴിയും. അതിന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ ഡെയിലി പ്രാക്ടീസ്, ഒരു 10 മിനിറ്റ് ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, പേരൻ്റ് ലിസണറായിരിക്കുക. ഇത് ബ്രെയിനിൽ സ്ട്രോങ് ന്യൂറൽ വയറിംഗ് ഉണ്ടാക്കും. കുട്ടി കൂടുതൽ വായിച്ചാൽ നോളജ് കിട്ടും, പക്ഷേ കുട്ടി വിശദീകരിച്ചാൽ ബ്രെയിനിൽ നോളജ് വയറിംഗ് നടക്കും. എക്സ്പ്ലനേഷൻ ആണ് ലേണിങ്ങിനെ പെർമനൻ്റ് ആക്കുന്നത്.